Welcome to Accessible Tech World for the Visually Impaired in Malayalam YouTube channel to empower visually impaired people with computer education. നമസ്കാരം. ആക്സസിബിൾ ടെക് വേൾഡ് മലയാളം ഫോർ വിഷ്വലി ഇംപയർഡ് യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് ഒരു മൾട്ടിപ്പിൾ ബൂട്ടബിൾ മീഡിയ പെൻഡ്രൈവ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നാണ്. നമ്മൾ തുടക്കത്തിൽ പഠിച്ചു റൂഫസ് ഉപയോഗിച്ചുകൊണ്ട് ബൂട്ടബിൾ മീഡിയ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്ന്. എന്നാൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പെൻഡ്രൈവ് ഉപയോഗിച്ചുകൊണ്ട് വ്യത്യസ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബൂട്ട് ചെയ്യാൻ കഴിയുമോ എങ്കിൽ അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. മൾട്ടിപ്പിൾ ബൂട്ടബിൾ ഡിവൈസ് എന്ന് ഉദ്ദേശിക്കുന്നതാണ്. ഒരേ സമയം നമുക്ക് വ്യത്യസ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബൂട്ട് ചെയ്യണം. നമ്മൾ തുടക്കത്തിൽ പഠിച്ച റൂഫസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഒരു പെൻഡ്രൈവ് ബൂട്ടബിളാക്കി ക്രിയേറ്റ് ചെയ്താൽ അതിൽ ഒരു സമയത്ത് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. അതിൻ്റെ ചില ലിമിറ്റേഷൻസ് ആണ് അതൊക്കെ. നമ്മളിപ്പോൾ വിൻഡോസിൻ്റെ ഒരു ബൂട്ടബിൾ ഡിവൈസാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ആ പെൻഡ്രൈവ് വെച്ചിട്ട് അതേസമയം വിൻഡോസ് മാത്രമേ പറ്റൂ. ഉബണ്ടു ആണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ഉബണ്ടു മാത്രമേ പറ്റൂ. ആൻഡ്രോയിഡ് ആണെങ്കിൽ ആൻഡ്രോയിഡ് മാത്രമേ പറ്റൂ. പക്ഷേ നമുക്ക് ഒരു പെൻഡ്രൈവ് ഒരേ സമയം ഒന്നിലധികം ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്, ഫോർ എക്സാമ്പിൾ വിൻഡോസ്, ഉബണ്ടു, ആൻഡ്രോയിഡ്, ഇതെല്ലാം കൂടി ഒരു പെൻഡ്രൈവിൽ നിന്ന് ബൂട്ട് ചെയ്യാൻ പറ്റുമോ എന്നാണ് നോക്കാൻ പോകുന്നത്. മാത്രമല്ല തുടക്കത്തിൽ പഠിച്ച റൂഫസ് ഉപയോഗിച്ച് നമ്മൾ ബൂട്ടബിളാക്കുകയാണെങ്കിൽ ആ പെൻഡ്രൈവിൽ എത്ര സ്പേസ് ബാക്കിയുണ്ടെങ്കിലും നമുക്ക് മറ്റൊരു പർപ്പസിനായിട്ട് അത് ഉപയോഗിക്കാൻ പറ്റില്ല. എന്നാൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന മൾട്ടിപ്പിൾ ബൂട്ടബിൾ മീഡിയ ക്രിയേഷൻ, ഇത് വെൻറ്റോയ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. VENTOY, വെൻറ്റോയ്. ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടും. ഇതിൻ്റെ ഒരു മെറിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരേ സമയം ഒന്നിലധികം ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ബൂട്ട് ചെയ്യാനും പറ്റും. ബാക്കി സ്പേസ് അതിലുണ്ടെങ്കിൽ ഈ പെൻഡ്രൈവിൻ്റെ സ്റ്റോറേജ് നിറയുന്നത് വരെ നമുക്ക് മറ്റ് ഫയൽസ്, പാട്ടുകളോ സിനിമകളോ മറ്റ് ഡോക്യുമെൻറ്റ്സ്, ഫോട്ടോസ് എന്തോ ആയിക്കോട്ടെ അതൊക്കെ ഈ പെൻഡ്രൈവിൽ സൂക്ഷിക്കാനും പറ്റും. ഒരു കുഴപ്പമില്ല. നിലവിൽ നമ്മളെ സംബന്ധിച്ച് അതാണ് ഏറ്റവും ബെസ്റ്റ്. നമുക്ക് ഒന്നിലധികം ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഒരേ സമയം ബൂട്ട് ചെയ്യാനും പറ്റും. നമ്മളുടെ ആവശ്യമനുസരിച്ച് നമ്മളുടെ ഫയൽസ് ഇതിൽ സൂക്ഷിക്കാനും പറ്റും. അപ്പോൾ നമുക്ക് ഈ പെൻഡ്രൈവിൻ്റെ മാക്സിമം യൂട്ടിലൈസേഷൻ കിട്ടും. അതുകൊണ്ട് ഈ ഒരു മൾട്ടിപ്പിൾ ബൂട്ടബിൾ മീഡിയ ക്രിയേഷൻ എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം. ഞാനിവിടെ ഒരു പെൻഡ്രൈവ് അതിനായിട്ട് എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ പെൻഡ്രൈവ് സിസ്റ്റത്തിൽ കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ പെൻഡ്രൈവ് കണക്ട് ചെയ്യുന്നു. നമ്മൾ പെൻഡ്രൈവ് കണക്ട് ചെയ്തു. ഇനി ഞാൻ വെൻറ്റോയ് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ഞാൻ വെൻറ്റോയ് ഡൗൺലോഡ് ചെയ്തിട്ടിരിക്കുന്നത് D ഡ്രൈവിലാണ്. ഇതിനായിട്ട് ഞാൻ D ഡ്രൈവ് ഓപ്പൺ ചെയ്യുന്നു. Windows R run dialog. D: enter D: local disk left parent D: right parent. D ഡ്രൈവ് ഓപ്പൺ ആയി. ഇനി ഞാൻ വെൻറ്റോയ് ഓപ്പൺ ചെയ്യാണ്. Ventoy -1.0.32. ഇതാണ് വെൻറ്റോയ് എന്ന് പറയുന്ന ഫോൾഡർ. ഇതൊരു ഫയൽ ഫോൾഡറാണ്. എൻ്റർ പ്രസ് ചെയ്യുന്നു. Enter shell folder view items view list box. To move to an item, press the arrow keys. Items view multi-select list box. Not selected boot 6/28/2021 1:49 AM file folder 1 of 4. To move to an item, press the arrow keys. ഇതിൽ 4 ഐറ്റംസ് ആണുള്ളത്. നമുക്കിതിൽ ഏറ്റവും അവസാനത്തെ ventoy.disk.exe എന്ന് പറയുന്ന ഫയലാണ് ഇതിനായിട്ട് ഉപയോഗിക്കാൻ പോകുന്നത്. അതിനു മുൻപ് ഒരു കാര്യം ആദ്യമേ പറയട്ടെ. നമ്മൾ ഈ കണക്ട് ചെയ്തിരിക്കുന്ന പെൻഡ്രൈവിൽ നമുക്ക് ആവശ്യമുള്ള ഫയൽസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. കാരണം ഇങ്ങനെ മൾട്ടിപ്പിൾ ബൂട്ടബിൾ മീഡിയ ക്രിയേഷൻ നടക്കുമ്പോൾ നമ്മൾ ഈ കൊടുക്കുന്ന പെൻഡ്രൈവ് പൂർണ്ണമായും ഫോർമാറ്റ് ആവും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ആവശ്യമുള്ള ഫയൽസ് ഉണ്ടെങ്കിൽ അതൊക്കെ നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ ആവശ്യമുള്ള ഫയൽസൊക്കെ എവിടേക്കെങ്കിലും ബാക്കപ്പ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ ഈ പ്രോസസ്സിനായിട്ട് പെൻഡ്രൈവ് ഉപയോഗിക്കാൻ പാടുള്ളൂ. എന്തായാലും ഞാനിപ്പോൾ കണക്ട് ചെയ്തിരിക്കുന്ന പെൻഡ്രൈവിൽ ആവശ്യമുള്ള ഫയൽസ് ഒന്നുമില്ല. ഞാൻ ventoy.disk.exe എന്ന് പറയുന്ന ഫയൽ റൺ ചെയ്യാൻ പോവാണ്. ഫോക്കസ് Not selected boot 6/28. ബൂട്ട് എന്ന് പറയുന്ന ഫസ്റ്റ് ഫയലിലാണ്. ഡൗൺ വരെ പ്രസ് ചെയ്യുന്നു. പ്ലഗിൻ എന്ന് പറയുന്ന ഐറ്റം കാണാം. ഡൗൺ. വെൻറ്റോയ്. വീണ്ടും ഡൗൺ. Ventoy 2 disk. വെൻറ്റോയ് 2 disk. ഇതാണ് നമുക്ക് ആവശ്യം. ലാസ്റ്റ് ഫയൽ. ഇവിടെ എൻ്റർ പ്രസ് ചെയ്യുകയാണ്. Enter. Not selected log. Ventoy 2 disk. Ventoy 2 disk dialog. MBR update button to activate. Press space bar. Status dash ready. Progress bar 0%. നമ്മൾ എൻ്റർ പ്രസ് ചെയ്തതോടുകൂടി വെൻറ്റോയുടെ ഇൻ്റർഫേസ് വന്നു. സ്റ്റാറ്റസ് റെഡി എന്നാണ് അനൗൺസ് ചെയ്തത്. ജസ്റ്റ് ഒന്ന് ടാബ് കീ പ്രസ് ചെയ്യാം.
Status dash ready button to activate. Press spacebar. സ്റ്റാറ്റസ് റെഡി ബട്ടൺ ടാബ്. Combo box G colon left bracket 32 GB right bracket Sony storage media 1 of 1. To change the selection use the arrow keys. ഇവിടെ ഒരു പെൻഡ്രൈവ് കാണിച്ചിട്ടുണ്ട് 32 GB സോണി അൾട്രാ HD സോണി സ്റ്റോറേജ് മീഡിയ എന്നാണ് അത് അനൗൺസ് ചെയ്തത്. ഞാൻ കണക്ട് ചെയ്ത പെൻഡ്രൈവ് ആണത്. ടാബ്. Install button to activate. Press spacebar. ഇൻസ്റ്റാൾ ബട്ടൺ. Status dash ready button to activate. Press spacebar. തിരിച്ച് നമ്മൾ സ്റ്റാറ്റസ് റെഡി ബട്ടണിലെത്തി. നമ്മൾ ഇൻസ്റ്റാൾ ബട്ടൺ കൊടുക്കുകയാണ്. Install button to activate. Press spacebar. ഇവിടെ സ്പേസ് ബാർ പ്രസ് ചെയ്യുന്നു. Space warning dialog. The disk will be formatted and all the data will be lost. Continue. Yes button to activate. Press spacebar. Alt plus Y. നമ്മളോട് ചോദിക്കുകയാണ്, ഒരു വാർണിംഗ് പോലെ ചോദിക്കുകയാണ്, ഈ ഡിസ്ക് ഫോർമാറ്റ് ചെയ്യപ്പെടും അല്ലെങ്കിൽ ഈ പെൻഡ്രൈവ് ഫോർമാറ്റ് ചെയ്യപ്പെടും, ഈ ഒരു പ്രൊസീജിയറുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. യെസ് കൊടുക്കുന്നു. ഓൾട്ട് Y അല്ലെങ്കിൽ സ്പേസ് ബാർ. Space warning dialog. The disk will be formatted and all the data will be lost. Continue. Left parent double check right parent. Yes button to activate. Press spacebar. Alt plus Y. ഒരു സെക്കൻഡ് കോൺഫർമേഷൻ ആണ്, സെക്കൻഡ് വെരിഫിക്കേഷൻ ആണ്. ഒന്നുകൂടി നമ്മളോട് ചോദിക്കുകയാണ് ഉറപ്പാക്കാൻ വേണ്ടി, നിങ്ങൾ ഈ പ്രൊസീജിയറായിട്ട് മുന്നോട്ട് പോവുകയാണോ, ഡിസ്ക് ഫോർമാറ്റ് ചെയ്യപ്പെടും എന്നാണ് പറയുന്നത്. നമ്മൾ യെസ് കൊടുക്കുന്നു. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ തന്നെയാണ്. Space install button to activate. Press spacebar. 2%. ഇൻസ്റ്റാളിംഗ് നടക്കുന്നുണ്ട്. Info dialog. Congratulations. Ventoy has been successfully installed to the device. OK button to activate. Press spacebar. യെസ്, നമ്മളുടെ പ്രൊസീജിയർ കഴിഞ്ഞിട്ടുണ്ട്. വെൻഡോയ് സക്സസ്ഫുള്ളി നമ്മൾ പെൻഡ്രൈവിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തു. നമ്മളിപ്പോൾ ചെയ്ത പ്രൊസീജിയർ എന്താണെന്ന് പറഞ്ഞാൽ, വെൻഡോയ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ പെൻഡ്രൈവിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുക എന്നത് മാത്രമാണ്. ഇനി ഇവിടെ ഓക്കെ അടിച്ച് പേജ് ക്ലോസ് ചെയ്യുന്നു. Space combo box G colon left bracket 32 GB right. വീണ്ടും നമ്മൾ വെൻഡോയുടെ പേജിൽ വന്നു. നമ്മൾ ഇനി Alt F4 ഉപയോഗിച്ച് ഇത് ക്ലോസ് ചെയ്യുന്നു. Alt F4 unavailable. ഇനി നമുക്ക് ഈ പെൻഡ്രൈവ് ഒന്ന് തുറന്നു നോക്കാം. Windows M desktop folder view list view. This PC 1 of 35. ദിസ് PC ഓപ്പൺ ചെയ്യുന്നു. Enter unavailable. File explorer items view list box. To move to an item press the arrow keys. Item. ദിസ് PC ഓപ്പൺ ആയിട്ടുണ്ട്. ശേഷം കീബോർഡിലെ എൻഡ് കീ പ്രസ് ചെയ്യുന്നു. End devices and drives expanded. Ventoy left parent G colon right parent 0% 28.8 GB free of 28.8 GB 12 of 12. To move to an item press the arrow keys. നമ്മൾ എൻഡ് കീ പ്രസ് ചെയ്തതോടുകൂടി വെൻഡോയ് എന്ന പേരിലുള്ള പെൻഡ്രൈവ് കാണാൻ സാധിച്ചു. ഇതാണ് നമ്മളിപ്പോൾ ബൂട്ടബിൾ ആക്കിയെടുത്ത പെൻഡ്രൈവ്. ഇനി ഇതൊന്ന് തുറന്നു നോക്കാം. Enter. This PC items view list box. To move to an item press the arrow keys. ഈ പെൻഡ്രൈവിൽ ഒന്നും കാണാനില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു സംശയം വരും, എങ്കിൽ പിന്നെ നമ്മളിപ്പോൾ എന്താണ് ചെയ്തത്, നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ഫയൽ എവിടെ? ഇതൊക്കെ ഹിഡൻ ഫയലായിട്ടാണ്, അതായത് മറഞ്ഞിരിക്കുകയാണ്. നമുക്ക് നേരിട്ട് ഈ ഫയലിനെ കാണാൻ കഴിയില്ല. അത്തരത്തിലൊരു സെറ്റപ്പാണിത്. നമ്മൾ ചെയ്ത ഫയൽ പെൻഡ്രൈവിലുണ്ട്, പക്ഷേ അത് ഹിഡൻ ആണ്. നമുക്കത് നേരിട്ട് കാണാൻ കഴിയില്ല, അതിൻ്റെ ആവശ്യമില്ല. ഇനി എങ്ങനെയാണ് ബൂട്ടബിൾ മീഡിയ ആക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ പെൻഡ്രൈവിലേക്ക് ചുമ്മാ നമ്മളുടെ കയ്യിലുള്ള ISO ഫയൽ, വിൻഡോസ് ആയിക്കോട്ടെ ഉബുണ്ടു ആയിക്കോട്ടെ ഏതിൻ്റെ ISO ഫയലായാലും ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്താൽ മാത്രം മതി. നമുക്കൊന്ന് ചെയ്തു നോക്കാം. Windows M desktop folder view list view. This. ഞാൻ ആ വിൻഡോ മിനിമൈസ് ചെയ്തു. വീണ്ടും ഞാൻ D ഡ്രൈവ് ഓപ്പൺ ചെയ്യുന്നു. Windows R run dialog. Type the name of a D colon. Enter. Local disk left parent D. D ഡ്രൈവിൽ സിസ്റ്റം ഫയൽസ് എന്ന് പറയുന്ന ഫോൾഡർ ഓപ്പൺ ചെയ്യാണ്. S system enter shell folder view. ഇവിടെ എൻ്റെ കയ്യിൽ 2 ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണുള്ളത്. ഫസ്റ്റ് വൺ ITT സ്കൂളിൻ്റെ ഒരു GNU Linux 18.04.4, മറ്റൊന്ന് വിൻഡോസ് 10 21H. ഈ 2 ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ഞാൻ ആ പെൻഡ്രൈവിലേക്ക് കോപ്പി ചെയ്യും. ഫസ്റ്റ് വൺ Instant underline school underline new dash Linux underline 18041 dash 64 bit. ഇതാണ് ITT സ്കൂളിൻ്റെ ഉബുണ്ടു. ഇത് ഞാൻ കോപ്പി എടുക്കുന്നു. ശേഷം Alt tab പ്രസ് ചെയ്യാണ്. Ventoy left parent G colon right parent items view list box. ഇതാണ് നമ്മുടെ പെൻഡ്രൈവ്. ഇവിടെ ഞാൻ പേസ്റ്റ് ചെയ്യുന്നു. Copying one item from system files to Ventoy left parent G colon right parent dash 0% complete. Pause the operation checkbox not checked. To check press spacebar. 100 ആകുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. കോപ്പിംഗ് ആണ്.
not checked unavailable. Ventoy left parent G colon right parent. Items view multi-select list box. It underline school underline new dash Linux underline 18041 dash 64-bit 8. യെസ്, നമ്മൾ ഫസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പെൻഡ്രൈവിലേക്ക് കോപ്പി ചെയ്തു. ITT സ്കൂളിൻ്റെ GNU ലിനക്സ് 18.04.4 64-ബിറ്റ്. ഇതിനോടൊപ്പം വിൻഡോസ് 10ൻ്റെ ലേറ്റസ്റ്റ് വെർഷൻ പാക്കേജ് നമുക്ക് കോപ്പി ചെയ്യാം. 2 ഇമേജ് ഫയലാണ്. ഇതും ഇപ്പോൾ നമ്മൾ കോപ്പി ചെയ്തത് ഇമേജ് ഫയലാണ്. ഇനി നമ്മൾ കോപ്പി ചെയ്യുന്നത് വിൻഡോസ് ഫയലാണ്. System files. ഞാൻ ആ ഫയൽ കോപ്പി എടുക്കുകയാണ്. W10 Win10 underline 21 H1 underline English underline X. ഇതാണ് ഫയൽ. ഇത് കോപ്പി ചെയ്യുന്നു. ശേഷം Alt tab പ്രസ് ചെയ്യുന്നു. Ventoy left. ഇതാണ് പെൻഡ്രൈവ്. ഇപ്പോൾ ഇതിൽ ITT സ്കൂളിൻ്റെ ഫയലുണ്ട്. ഞാനിതും പേസ്റ്റ് ചെയ്യുകയാണ്. 0% complete. Copying one item from system files to Ventoy left parent G colon right parent dash 0% complete. Pause the operation checkbox not checked. To check press space bar. 100 ആകുന്നതുവരെ വെയിറ്റ് ചെയ്യണം. കുറച്ച് ടൈം എടുക്കും. Ventoy left parent G colon right parent. Items view multi-select list box. Win10 underline 21 H1 underline English underline X64. 5/20/2021 3:08 p.m. ISO other file left parent VLC right parent 5,687,620 KB 2 of 2. To move to an item press the arrow keys. യെസ്, നമ്മളുടെ കോപ്പിംഗ് പ്രോസസ്സ് കഴിഞ്ഞു. നിലവിൽ ഈ പെൻഡ്രൈവിൽ 2 ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണുള്ളത്. ITT സ്കൂളിൻ്റെ GNU ലിനക്സും വിൻഡോസ് 10ൻ്റെ ലേറ്റസ്റ്റ് വെർഷൻ്റെ പാക്കേജും. രണ്ടും ISO ഇമേജ് ഫയലാണ്. ഇനി ഈ പെൻഡ്രൈവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആദ്യം പഠിച്ചതുപോലെ ലൈവ് ബൂട്ട് ചെയ്ത് ഇഷ്ടമുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാം. ഇത് ലൈവ് ബൂട്ട് ചെയ്യുമ്പോൾ ആൽഫബറ്റിക്കൽ ഓർഡറിലായിരിക്കും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലിസ്റ്റ് ചെയ്യുന്നത്. I ആണല്ലോ ആദ്യം, അതിനുശേഷമാണ് W വരുന്നത്. അപ്പോൾ ITT സ്കൂളിൻ്റെ ലിനക്സ് ആയിരിക്കും ഫസ്റ്റ് ഓപ്ഷൻ. സെക്കൻഡ് ഓപ്ഷനായിട്ട് വിൻഡോസിൻ്റെ ഫയൽ ഉണ്ടാവും. ഇനി ഇതോടൊപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്ക് ആവശ്യമുള്ള ഫയൽസൊക്കെ കോപ്പി ചെയ്തിടാം എന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സംശയം വരും, നമ്മൾ ലൈവ് ബൂട്ട് ചെയ്യുമ്പോൾ ആ ഫയൽസ് കാണില്ലേ, അപ്പോൾ നമുക്ക് എങ്ങനെയാണിത് റീഡർ ഇല്ലാതെ തിരഞ്ഞെടുക്കാൻ പറ്റുക എന്ന് ഒരു ചോദ്യം വരും. തീർച്ചയായിട്ടും അതിനുള്ള ഉത്തരം, നമ്മൾ പെൻഡ്രൈവിൽ കോപ്പി ചെയ്തിരിക്കുന്ന ISO ഫയൽസ് മാത്രമേ ലൈവ് ബൂട്ട് ചെയ്യുമ്പോൾ കാണൂ. അതിനർത്ഥം നമ്മൾ മറ്റ് സിനിമ അല്ലെങ്കിൽ പാട്ടുകൾ അല്ലെങ്കിൽ ഫോട്ടോസ്, വീഡിയോസ്, ഡോക്യുമെൻറ്റ്സ് എന്ത് കോപ്പി ചെയ്തിട്ടാലും അത് നമ്മൾ ബൂട്ട് മെനുവിൽ കയറുമ്പോൾ അല്ലെങ്കിൽ ലൈവ് ബൂട്ട് ചെയ്യുമ്പോൾ കാണില്ല. നേരെ മറിച്ച് നമ്മളിവിടെ കോപ്പി ചെയ്തിരിക്കുന്ന വിൻഡോസും ലിനക്സും ഈ 2 ഫയൽസ് മാത്രമേ കാണുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റൊരാളുടെ സഹായമില്ലാതെ ബൂട്ട് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഓപ്ഷൻ ITT സ്കൂളിൻ്റെ ലിനക്സ് ആയിരിക്കും. I ആണല്ലോ. Iക്ക് ശേഷം W. ജസ്റ്റ് ഡൗൺ ആരോ പ്രസ് ചെയ്താൽ വിൻഡോസിൻ്റെ ഫയൽ കാണാം. വിൻഡോസ് ആണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെങ്കിൽ വിൻഡോസിൽ എൻ്റർ ചെയ്യുക. ഉബുണ്ടു ആണ് ബൂട്ട് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെങ്കിൽ ഉബുണ്ടുവിൽ എൻ്റർ ചെയ്യുക. ITT സ്കൂളിൻ്റെ ലിനക്സ് അതിൽ എൻ്റർ ചെയ്യുക. അങ്ങനെ ഒരു പെൻഡ്രൈവ് ഉപയോഗിച്ച് ഒരേ സമയം മൾട്ടിപ്പിൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമുക്ക് ഉപയോഗിക്കാം. ആദ്യം പഠിച്ച മെത്തേഡിലാണെങ്കിൽ സിംഗിൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, റൂഫസിൽ അങ്ങനെ പറ്റുള്ളൂ. വെൻഡോയ് ഉപയോഗിച്ചാണെങ്കിൽ മൾട്ടിപ്പിൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഇത്രയുമാണ് നമുക്ക് മൾട്ടിപ്പിൾ ബൂട്ടബിൾ മീഡിയ ക്രിയേഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത്. താങ്ക് യു. Hi there. Thanks for watching. If you like the video, please press the like button, or if you don't like the video, don't mind, please press the dislike button. If you haven't subscribed our channel, please press the subscribe button. Also, please press the red color bell icon and click all to get the notification when I am uploading new videos. You are requested to comment your opinion in the comment box. And please share this video to your friends to get them also more knowledge about the computer. Thank you.